കാലവർഷം കടുത്തതോടുകൂടി പലതരത്തിലുള്ള മഴക്കാല രോഗങ്ങളും നമ്മുടെ സംസ്ഥാനത്തും പ്രത്യേകിച്ചും ആലപ്പുഴയിലും വ്യാപകമായി റിപ്പോർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ജലജന്യ രോഗങ്ങൾ, അതോടൊപ്പം തന്നെ കൊതുകുകൾ പരത്തുന്ന രോഗങ്ങൾ, പനിയുടെ വ്യാപനം, ഇവയെല്ലാം തന്നെ കുറേ നാളുകളായി നമ്മുടെ മഴക്കാലം വരുമ്പോൾ കേരളത്തിൽ പൊതുവെയും ആലപ്പുഴയിൽ പ്രത്യേകിച്ചും വ്യാപകമാകാറുണ്ട്. അപ്പോൾ അതിന് തക്ക തരത്തിൽ നമ്മൾ ചികിത്സാ സൗകര്യങ്ങൾ ആശുപത്രികളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതുവരെ അങ്ങനെ വലിയൊരു വർദ്ധിച്ച തോതിൽ അങ്ങനെ പനി കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്ത് തുടങ്ങിയിട്ടില്ല. എങ്കിൽ പോലും അതിനുള്ള സൗകര്യങ്ങളെല്ലാം നമ്മുടെ മെഡിക്കൽ കോളേജിലും, ചികിത്സാ സൗകര്യങ്ങളും പരിശോധനാ സൗകര്യങ്ങളും എല്ലാം നമ്മുടെ മെഡിക്കൽ കോളേജിലുണ്ട്. മറ്റൊരു ജില്ലാ ആശുപത്രികളിലും താലൂക്ക് ആശുപത്രികളിലും എല്ലാം ഇതിനുള്ള സൗകര്യങ്ങൾ ഇപ്പോൾ ഗവൺമെൻറ് തലത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്നാലും പൊതുജനങ്ങൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം അവരുടെ ശുചിത്വം, ഭക്ഷണ ശുചിത്വം, കുടിവെള്ള ശുചിത്വം, വ്യക്തിപരമായിട്ടുള്ള ശുചിത്വം, ഇതെല്ലാം വളരെ പ്രധാനമാണ് ഈ പറയുന്ന വാട്ടർ ബോൺ ഡിസീസസ്, ജലജന്യ രോഗങ്ങളെ പ്രതിരോധിക്കുക എന്ന് പറയുന്നതിനകത്ത്. ഏറ്റവും പ്രധാനമായിട്ട് ആലപ്പുഴയിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഒരു എലിപ്പനി എന്ന് പറയുന്ന ഒരു പ്രശ്നം തന്നെയാണ്, ഒരു സംശയവുമില്ല. പലപ്പോഴും മരണകാരണമാകാറുണ്ട് ഈ പനി എന്ന് പറയുന്നത്. അത് ഈ പറയുന്ന പോലെ കർഷക തൊഴിലാളികളും വെള്ളവുമായിട്ട് എപ്പോഴും ബന്ധപ്പെടുന്നവർക്കാണിത് വരാൻ സാധ്യത കൂടുതൽ. അങ്ങനെയുള്ളവർക്ക് ഈ പറഞ്ഞ ഡോക്സിസൈക്ലിൻ പോലെയുള്ള പ്രതിരോധ മരുന്നുകൾ കഴിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്, അത് പ്രയോജനപ്പെടുത്തണം. കൂടാതെ കൈകാലുകളിലും മറ്റും മുറിവുകളും മറ്റും ഉള്ളപ്പോൾ അഴുക്ക് വെള്ളത്തിലും മറ്റും പണിയെടുക്കാതിരിക്കുക എന്ന് പറയുന്നതും പ്രധാനമാണ്. പിന്നെ മഞ്ഞപ്പിത്തം ഇപ്പോൾ കൂടുതൽ മാരകമാകുന്ന ഒരു സൂചന നമുക്ക് പലയിടങ്ങളിൽ നിന്നും കിട്ടുന്നുണ്ട്. കൊല്ലത്ത് കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് ഒരു വീട്ടിലെ തന്നെ 2 പെൺകുട്ടികൾ മഞ്ഞപ്പിത്തം ബാധിച്ച് മരിച്ച ഒരു സങ്കടകരമായിട്ടുള്ള വാർത്ത നമ്മൾ അറിയുകയുണ്ടായി. അപ്പോൾ കുടിവെള്ളം നന്നായിട്ട് തിളപ്പിച്ച് മാത്രം കുടിക്കുക, ഭക്ഷണം ശുചിയായിട്ട് ഉപയോഗിക്കുക, ഭക്ഷണം വൃത്തിയായിട്ട് അടച്ച് സൂക്ഷിക്കുക, തുറന്നിരിക്കുന്നതായിട്ടുള്ള ഭക്ഷണം ഒഴിവാക്കുക. പിന്നെ ഛർദി, അതിസാര രോഗങ്ങൾ, അതായത് ഡയറിയൽ ഡിസീസസും നമ്മുടെ ഈ പറയുന്ന പോലെ ജലം മലിനമാകുന്നത് മൂലം ഉണ്ടാകാം. അവിടെ മരണകാരണമാകുന്നത് അല്ലെങ്കിൽ രോഗിയെ ഗുരുതരമാക്കുന്നത് ഡീഹൈഡ്രേഷനാണ്, നിർജ്ജലീകരണം എന്ന് പറയുന്ന പ്രശ്നമാണ്. അപ്പോൾ ഈ ഗൃഹപാനീയം, അതായത് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ ഉപ്പും പഞ്ചസാരയും മറ്റും ഇട്ട് ആ വെള്ളം കുടിക്കുക തുടങ്ങിയ ലളിതമായ മാർഗങ്ങളിലൂടെ നമുക്ക് ഈ ഛർദി, അതിസാര രോഗങ്ങളുടെ പ്രശ്നങ്ങളെ തടയുവാൻ സാധിക്കും. ഡെങ്കിപ്പനിയും വലിയൊരു ഭീഷണിയായി നമ്മുടെ മുൻപിലുണ്ട്. അപ്പോൾ വെള്ളക്കെട്ടുകളും മറ്റും ഒഴിവാക്കുക, നമ്മുടെ പരിസരം വൃത്തിയായി സൂക്ഷിക്കുക. ഏറ്റവും പ്രധാനമായിട്ട് ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, പനി വന്നു കഴിഞ്ഞാൽ സ്വയം ചികിത്സ ചെയ്യാതിരിക്കുക. കാരണം നമുക്കറിയില്ല ഇത് ഏത് തരത്തിലുള്ള പനിയാണെന്ന്. ഇന്നിപ്പോൾ എലിപ്പനിയാണോ ഡെങ്കിപ്പനിയാണോ സാധാരണ വൈറൽ പനിയാണോ നമുക്കറിയില്ല. അതുകൊണ്ട് കഴിയുന്നതും ആദ്യ ദിവസം തന്നെ വൈദ്യപരിശോധന നടത്തുകയും ഡോക്ടറെ സമീപിക്കുകയും കൃത്യമായിട്ടുള്ള ചികിത്സ തേടുകയും ചെയ്യുക എന്ന് പറയുന്നതും വളരെ പ്രധാനമാണ്.